ആ ഋതിക എത്തിയോ? ആളെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു താൻ എക്സാം എഴുതുന്നില്ലാന്ന് വെച്ചെന്ന്. ടേക്ക് യുവർ സീറ്റ്. ഋതിക ഓക്കെ അല്ലേ? അതെ. സബ്ജക്റ്റ് ഒന്നും മാറിയല്ലോ എക്സാമിന് പ്രിപ്പയർ ആയിരിക്കുന്നത്. ഒരു തവണ ഒരു അബദ്ധം പറ്റിന്ന് വെച്ച് എല്ലായ്പ്പോഴും എന്നിങ്ങനെ അത് പറഞ്ഞ് കളിയാക്കരുത് സർ. എക്സാം താൻ നന്നായിട്ട് എഴുതി തന്റെ ടാലന്റ് പ്രൂവ് ചെയ്യും. എന്നാൽ തന്നെ ഞാനും ഈ കുട്ടികളെല്ലാവരും കൺഗ്രാറ്റ്സ് ചെയ്യും. അച്ഛാ, നന്നായി പഠിച്ചു. അച്ഛന്റെ പേന കൊണ്ട് എക്സാം എഴുതുമ്പോ ഈ മോളുടെ കോൺഫിഡൻസ് 100 ഇരട്ടിയാവും. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഋതുമോള് എക്സാം എഴുതാൻ തുടങ്ങുവാണേ. അച്ഛന്റെ അനുഗ്രഹം ഈ പേനയുടെ രൂപത്തിൽ എന്റെ കൂടെ ഉണ്ടല്ലോ. എനിക്ക് അത് മാത്രം മതി. സർ, അഡീഷണൽ ഷീറ്റ്. ഓ ദാ. സർ, ആവശ്യത്തിനുള്ള പേപ്പറുണ്ട്, എഴുതിക്കൂ. താങ്ക് യു സർ. ജേട്ടാ കൂടുതലൊന്നും പറയണ്ട. ഈ ആഴ്ചയെങ്കിലും 2 ദിവസമെങ്കിലും ഈ വീട്ടിൽ വന്നൊന്ന് നിന്നിട്ട് പോണേ. ഓ പിന്നെ ജേട്ടൻ എപ്പോഴും കാശിന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അച്ഛന്റെ കയ്യിലൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. ജേട്ടൻ ആദ്യം വാ, കാശൊക്കെ രാജു എവിടെന്നെങ്കിലും റെഡിയാക്കി തരുമല്ലോ. അതൊക്കെ ശരിയാക്കാന്നേ. ആ ജേട്ടാ. ആ ഓ അമ്മ. ആ ജേട്ട പറ. അമ്മ. എന്താ ഐഷു, ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടില്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയി പഠിക്ക്. പഠിക്കാൻ. എന്തത് നിന്റെ മോളെ കൈമല്ലോടി ഫോൺ? ഓ ജേട്ടൻ പറ ജേട്ടാ. എന്റെ ഫോൺ മേടിച്ചാൽ അടുപ്പിലിടും. ഏത് നേരത്തെ അതിനകത്ത് കുത്തിക്കൊണ്ടിരുന്നാ മതിയല്ലോ. എന്നാ അച്ഛനൊരു കാര്യം ചെയ്യും, ജേട്ടന് കൊടുക്കാനുള്ള കാശ് മുഴുവൻ കൊടുത്തു തീർക്ക്. അപ്പൊ പിന്നെ എനിക്ക് എന്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ജേട്ടൻ ഇങ്ങോട്ട് വരുന്നത് അച്ഛന് ഇഷ്ടമല്ല. സമയം കിട്ടുമ്പോ എപ്പോഴെങ്കിലും കുറച്ചു നേരം ജേട്ടനോട് സമാധാനമായിട്ട് എന്തെങ്കിലും സംസാരിക്കാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാ മതി നിർത്ത. ഓ എന്റെ വായടപ്പിക്കാനാണല്ലോ എല്ലാവർക്കും മിടുക്ക്. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി ജേട്ടന് കൊടുത്താലേ ഞാൻ ഇവിടെ നിന്ന് പോയേക്കാമേ. ആ പറ ജേട്ടാ. ആ ഒന്നുമില്ലെന്നേ. ഐശു മോളെന്താ വിഷമിച്ചിരിക്കണേ? അച്ഛനും പ്രിയാമ്മയും വഴക്കിട്ടൊന്നുമല്ല കേട്ടോ. മോളിതൊന്നും കാര്യാക്കണ്ട. മോളെന്തിനാ അമ്മയുടെ അടുത്തേക്ക് പോയത്? മോൾക്ക് വിഷമായെന്ന് തോന്നണേ. മോള് വിഷമിക്കണ്ടാട്ടാ. അച്ഛൻ വെറുതെ പറഞ്ഞല്ലേടി. കൊഞ്ചു പാടി. കൊച്ചിന് നല്ല ചൂടുണ്ടല്ലോ. അയ്യോ അയ്യോ, നല്ല ചൂടുണ്ട് മോളെ. ശ്രീ, പനിയുടെ ടാബ്ലറ്റ് വല്ല ഇരിപ്പുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിക്ക് കൊണ്ടുപോകണം. ഞാൻ ഷർട്ട് ഇട്ടിട്ട് വരട്ടെ. മോളെ മോളെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. പ്രിയേ, മോളെ കണ്ണു ഓർക്കും മോളെ. മോളെ ശ്രീ, പെട്ടെന്ന് വെള്ളം എടുത്തുണ്ടോ മോളെ? ചേട്ടാ ഞാനിപ്പോ വിളിക്കാവേ. എനിക്കറിയില്ല വേണോട്ടോ. മോളെ എന്ത് പറ്റി?
ഐഷു ഹലോ ശ്രീ, ഏട്ടാ, നീ കരയാതെ കാര്യം പറഞ്ഞേ. എന്തുണ്ടായത്? അത് പിന്നെ ഐഷു ബോധം കെട്ട് വീണു. മോളെ ഐഷു, മോളെ ഐഷു, മോളെ മോളെ കണ്ണ് തുറക്കാവളെ. ഐഷു, ഐഷു, ഐഷു. ഒന്ന് മാറിക്കേ. ഡോക്ടർ, എന്റെ മോള്. കുട്ടിക്ക് എന്താ പറ്റിയത്? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഡോക്ടറെ. ഓള് പെട്ടെന്ന് തലയിറങ്ങി വീണു. ശരി, നോക്കട്ടെ. അമ്മ, എന്റെ മോള്. അവളെ ഞാൻ അറിയാതെ വഴക്കു പറഞ്ഞു. എന്റെ കുഞ്ഞിനിങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല അമ്മ. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. എന്തിനാ അമ്മ ദൈവങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തത്? പ്രിയേ, നീ ഇങ്ങനെ കരയാതെ മോളെ. ഡോക്ടർ അകത്ത് പരിശോധിക്കല്ലേ. നമ്മുടെ കുഞ്ഞിനൊരു ആപത്തും ദൈവം വരുത്തൂല. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ചേച്ചി, എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ മോളെ എനിക്ക് വേണം. ഐഷു, ഐഷു, കണ്ണു തുറക്കും മോളെ. ചേച്ചി ഇങ്ങനെ കരയാതെ. എന്തായാലും ഇത് വലിയ ആശുപത്രിയല്ലേ, ഐശുവിനെ അവര് നന്നായി നോക്കിക്കോളും. ഒന്നും സംഭവിക്കില്ല. എന്റെ കുഞ്ഞിന് എന്തിനാ ദൈവമേ ഇങ്ങനൊരു വിധി? മോളെ, രാധമ്മേ, നീ എന്നെ കൂടി കരയിപ്പിക്കാതെ. നമ്മുടെ കുഞ്ഞിനിപ്പൊ സുഖാവും. നമ്മുടെ കുഞ്ഞിനൊന്നും വരില്ല. എടി കരയാതെ. ചേച്ചി, രാജു, നമ്മുടെ ഐഷുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കാം. എനിക്ക് എന്റെ മോളെ കാണണം രാജു. ഈ ഡോക്ടറോട് ഒന്ന് പറയോ? എന്താ കാര്യം? ചേച്ചി കരയാതെ. ഇങ്ങനെ കരയാതെ. രാജു ഡോക്ടറോട് സംസാരിക്കും. രാജു, ഐശുവിന് എന്താ പറ്റുന്ന ഡോക്ടറോട് ഒന്ന് ചോദിക്കും. ഡോക്ടർ, ഓക്കെ. ഡോക്ടർ, എന്താ കുഞ്ഞിന് സംഭവിച്ചേ? കുട്ടിക്ക് ഒരു MRI സ്കാൻ ഉടനെ ചെയ്യണം. ചെയ്തോളൂ ഡോക്ടർ, എന്ത് വേണേലും ചെയ്തോളൂ. കാശ് എത്ര ചെലവായാലും പ്രശ്നമില്ല. ഇങ്ങനെ ടെൻഷൻ ആവാതെ പുറത്ത് വെയിറ്റ് ചെയ്യും. രാജു, എന്താ ഡോക്ടർ എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു രാജു? ചേച്ചി, ഐശുവിന് വലിയ അസുഖമൊന്നുമില്ല. സ്കാനിങ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. വേറെ പേടിക്കാനൊന്നുമില്ല. ചേട്ടാ, എന്താണ്? എന്ത് പറ്റി? നമ്മുടെ നമ്മുടെ മോള്. മോളവിടെ അവൾക്ക് എന്താ സംഭവിച്ചത്? ചേട്ടാ, നമ്മുടെ മോള് അവള് പെട്ടെന്ന് തലയിറങ്ങി വീണു. എന്താന്ന് ഇതുവരെ ഡോക്ടർ പറഞ്ഞില്ല. എന്റെ മോള് എന്റെ കുഞ്ഞു കിടക്കുന്ന കിടപ്പ് കണ്ടോ? എന്താ എന്റെ കുഞ്ഞിന്? എങ്ങനെ സഹിക്കും? ചേട്ടാ, നമ്മുടെ കുഞ്ഞ്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടല്ല ഞാൻ എന്റെ മോളെ നിങ്ങളെ വീട്ടിൽ നിർത്തിയത്. എന്റെ കുഞ്ഞിന് വയ്യാതായപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല. അതെങ്ങനെ? എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഉത്തരവാദിത്തം കാണിച്ചിട്ടുള്ളത്? എനിക്ക് തരാനുള്ള സ്ത്രീധനത്തൊക്കെ തന്നിരുന്നെങ്കിലേ ഞാൻ എന്റെ ഭാര്യയെ കുഞ്ഞിനെ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിയത്. എന്റെ ജീവനാ കിടക്കുന്നത്. എന്റെ മോള്, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച എല്ലാത്തിനും ശരിയാക്കി ഞാൻ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. അതെ, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. ഇത് ഹോസ്പിറ്റലാ. നീ ഓടി കിടന്നു. നിന്റെ കാര്യം നോക്ക്. അകത്ത് കിടക്കുന്നതേ എന്റെ കുഞ്ഞാ. വന്നേ അളിയ, ബഹളം ഉണ്ടാക്കാതളിയ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അളിയ പറ. എന്റെ കുഞ്ഞിനൊന്ന് ശ്രദ്ധിക്കാൻ അളിയനെ പോലെ സമയമായി പോയല്ലോ. ഐശ്വര്യനെ കുറിച്ച് സംസാരിക്കാൻ എന്താ അവകാശം നിനക്കുള്ളത്? അവൻ അവകാശം പറയാൻ വന്നിരിക്കണു. ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയതിനു ശേഷം ആ കുഞ്ഞിന് നല്ലൊരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോടാ?
ആ കുഞ്ഞിന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ടോടാ? അച്ഛാ ഉണ്ടാതിരിക്കെ. ജയ, കുഞ്ഞിന് വയ്യാതെ കിടക്ക. നീ വെറുതെ ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. ഉണ്ടാക്കും. നിങ്ങൾക്ക് ഈ ജയനെ ശരിക്കും അറിയില്ല. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ എന്നെ വേറെ പെണ്ണ് കെട്ടിയനെ. പ്രിയടച്ചന് നന്നായി സംസാരിക്കാൻ അറിയാം, പക്ഷെ സ്ത്രീധനം തരാൻ മാത്രം അറിഞ്ഞൂടാ. എന്റെ വിധി. അളിയൻ ഇങ്ങനെയൊന്നും ഇപ്പൊ പറയരുത്. ഒരച്ഛന്റെ വേദന രാജുന് പറഞ്ഞാൽ മനസ്സിലാവൂല. ചേട്ടാ, കുറച്ചു നേരം ഒന്ന് സമാധാനപ്പെട്. ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഇതൊരു ആശുപത്രിയല്ലേ. ചേട്ടന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി, ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ചേട്ടനൊന്ന് സമാധാനപ്പെട്. അങ്ങനെ എക്സാം കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് സിമ്പിൾ ആയിട്ടാ തോന്നിയത്. രാജുവിനോട് ഇത് പറഞ്ഞ രാജുന് വലിയ സന്തോഷാവും. എന്റെ ട്യൂഷൻ ടീച്ചറല്ലേ രാജു? അല്ല, ട്യൂഷൻ ടീച്ചർ മാത്രമല്ലല്ലോ, എന്റെ വെൽവിഷറും സേനാപതിയും എന്റെ സംരക്ഷകനും ഒക്കെ രാജു അല്ലേ? രാജു ഇതെവിടെ പോയി? രാജു, മിസ്റ്റർ രാജു. മാഡം, താനെന്താ ഇവിടെ? രാജു എവിടെ പോയി? രാജു എന്തോ അത്യാവശ്യമായിട്ട് പോയി. എന്നെ വിളിച്ച് മാഡത്തിനെ കോളേജിൽ നിന്ന് വീട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു. വരൂ മാഡം. എന്റെ സന്തോഷം രാജുവിനോട് ആദ്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ രാജു ഇവിടെ ഇല്ല. അത്രയ്ക്ക് അത്യാവശ്യം എന്തെങ്കിലും ആയിരിക്കും. മരുന്നിന്റെ പവൽ ഉറങ്ങുന്ന ഋതികയുമായി രാജു ഇതുവരെ എത്തിയില്ലല്ലോ അമ്മേ. സമയം ഒരുപാടായി. അവൻ അവളെയും കൊണ്ട് വല്ല ആശുപത്രിയിലായിരിക്കും. പാവം ഋതിക രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയെന്ന് എല്ലാരും വിചാരിക്കും. അമ്മാവന്റെ കയ്യിൽ നിന്ന് അവള് മേടിക്കും, അത് ഉറപ്പാ. അമ്മേ, രണ്ടുപേരും ചേച്ചി എക്സാമിന് തോക്കണെന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു. അവരെന്ത് പ്രാർത്ഥിച്ചാലും നമുക്കെന്താ മോളെ? ഋതുമോള് നന്നായി പഠിച്ചിട്ടാ എക്സാമിന് പോയിരിക്കുന്നത്. ഋതുമോള് നന്നായി എക്സാം എഴുതി കാണും. അത് ശരിയാ. എഴുത്. നീ അവരെ നോക്കിക്കൊണ്ടിരിക്കാതെ ഇവിടെ എഴുതാൻ നോക്ക്. പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് ആ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെ കൺമുന്നിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. അതെ, ചേച്ചി പാവമായതുകൊണ്ടാ. എന്റെ അടുത്തെങ്ങാനും അമ്മായി വഴക്കുമായിട്ട് വന്നാലേ ഈ അപ്പു ശരിക്കും ആരാന്ന് അവരറിയും. ആഹാ, മതി, നീ എഴുത്. കണ്ടില്ലേ അമ്മേ, ഋതിക നന്നായി എക്സാം എഴുതി കാണുമെന്ന് അവരുടെ വിചാരം. ആ സന്തോഷം കണ്ടില്ലേ? സന്തോഷിക്കട്ടെ, സന്തോഷിക്കട്ടെ. അപ്പോ അമ്മേ, ചേച്ചി വരുന്നു. അവളിതേ വരുന്നു. ഒരു കുഴപ്പമില്ലല്ലോ. അമ്മായി, ഏത് ക്ഷേത്രത്തിലാ എനിക്ക് വേണ്ടി പൂജ നടത്തിയത്? എന്തുപറ്റി? നീ എക്സാം നന്നായിട്ട് എഴുതിയില്ലേ? എന്ത് ചോദ്യം അമ്മായി ഇത്? അമ്മായി തന്ന പ്രസാദം ഫലം കണ്ടു. എക്സാം ഞാൻ നന്നായിട്ട് എഴുതി. ആണോ മോളെ? അതെ ചെറിയമ്മ, ഈശ്വര, എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തു. പ്രതാപൻ വഴക്കു പറയുമെന്ന് കരുതി ഋതുമോള് നുണ പറയുവാണോ? ഏയ് അല്ല, അമ്മായി റിസൾട്ട് വരുമ്പോ കണ്ടോ. വാ മോളെ, മോൾക്ക് ചെറിയ എന്തെങ്കിലും കഴിക്കാൻ എടുക്കും. വാ. ശരി ചെറിയമ്മ. ഇതെന്താ അമ്മേ, അമ്മയുടെ മരുന്നും ഏറ്റില്ലല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്ത. എന്നാലും ഇതെങ്ങനെ?
ഇവരെന്താ ഒന്നും പറയാത്തെ? എത്ര നേരമായി, എനിക്ക് പേടിയാവുന്നടാ. നീ പേടിക്കാതെ പ്രിയേ, എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ഞാൻ ഐശുവിനെ രക്ഷപ്പെടുത്തും. നീ സമാധാനിക്ക്. ഡോക്ടർ, ഐശുവിന് എങ്ങനെയുണ്ട്? സ്കാൻ റിപ്പോർട്ട് വന്നു. കുട്ടിയുടെ തലയ്ക്കുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട്. അമ്മേ, ചെറിയൊരു ഇന്റേണൽ ബ്ലീഡിംഗ് കാണുന്നുണ്ട്. ഐശു, മോളെ. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ചിലപ്പോ ഓപ്പറേഷൻ നടത്തിക്കോളൂ ഡോക്ടർ. നിങ്ങൾ ആദ്യം 10 ലക്ഷം രൂപ കൗണ്ടറിലൊന്ന് അടച്ചേക്കണം. 10 ലക്ഷം? ഓപ്പറേഷൻ നമുക്ക് പേയ്മെന്റ് ചെയ്ത ഉടനെ തുടങ്ങാം. 10 ലക്ഷോ? 10 ലക്ഷം? എന്താ ഡോക്ടർ ഈ പറയണത്? ഇത്രയും വേഗം 10 ലക്ഷം രൂപ ഞങ്ങൾ എവിടുന്ന് കൊണ്ടു തരാനാ? നിങ്ങൾ ആദ്യം ഓപ്പറേഷൻ തുടങ്ങ്. കാശ് ഞങ്ങൾ എങ്ങനെയും എത്തിക്കാം, എങ്ങനെയെങ്കിലും. അങ്ങനെയൊന്നും ഓപ്പറേഷൻ നടത്താനാവില്ല. മാനേജ്മെന്റിന് അവരുടേതായ ചില പോളിസികളുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ തുക പേ ചെയ്യൂ. എന്നാലേ ഫാർമസിയിൽ നിന്ന് എക്യുപ്മെന്റ്സും മരുന്നുകളും ഇവിടെ എത്തിക്കൂ. മാക്സിമം 1 അവർ. അതിൽ കൂടുതൽ ഡിലേ വരുത്തരുത്. അത് കുഞ്ഞിന്റെ ജീവൻ ആപത്താണ്. ഏട്ടാ, എവിടുന്നേലും കുറച്ച് കാശ് കൊണ്ടുവാ. നമ്മുടെ മോള്. അയ്യോ പ്രിയേ, എന്റെ കാശൊന്നുമില്ല. ചേട്ടാ, പാവം നമ്മുടെ മോള്. ചേട്ടനാ, സുശീലിനോട് ആരോടെങ്കിലും പോയി ചോദിക്ക്. രാജു എവിടുന്നെങ്കിലും കുറച്ച് കാശ് കൊണ്ടുവരും. ചേട്ടനൊന്ന് പോ ചേട്ടാ, നമ്മുടെ മോള്. അവരോടൊക്കെ ഞാൻ എങ്ങനെയാ പ്രിയേ കാശൊക്കെ ചോദിക്കുന്നത്? കുറച്ചു നേരം മുമ്പ് നീ എന്താ പറഞ്ഞത്? നിന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും അവളെ രക്ഷിക്കുന്നല്ലേ? എന്നിട്ട് നീ ഇപ്പൊ എന്താ പറയണേ? അതച്ചാ എന്റെ കാശില്ല അച്ഛാ. അച്ഛന്റെ കാര്യം ചെയ്, എനിക്ക് തരാനുള്ള സ്ത്രീധന തുക ഞാൻ ആ കാശ് ആശുപത്രി അടച്ചോളാം. കയ്യിലുണ്ടെങ്കിൽ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അറിയില്ലേ? നിന്റെ അഭിപ്രായം ചോദിക്കോ? ഇവരെയൊക്കെ കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ കൊച്ചിനെ നോക്കാന്ന് വാക്ക് എന്നിട്ട് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. നീ അങ്ങനെ പോലീസൊന്നും പറഞ്ഞ് വേണുവിനെ വരട്ടാ. പണ്ട് പോലീസ് കോടതിയൊക്കെ ഒരുപാട് കണ്ടവനാ ഞാൻ. ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, നിനക്ക് കഴിവുണ്ടെങ്കിൽ ആശുപത്രി അടയ്ക്കാനുള്ള കാശുമായിട്ട് വാ. എന്റെ കൈ കാശില്ലെന്ന് ഞാൻ പറഞ്ഞു. വെറുതെ എന്റെ നെക്കിട്ടേറാവുന്നുണ്ടല്ലോ. താൻ വിവരം അറിയും. നീ എന്ത് ചെയ്യുന്നടായി പറയണേ? എനിക്കതൊന്ന് കാണണം. ജനിപ്പിച്ച കുഞ്ഞിന് 10 പൈസയുടെ പ്രയോജനമില്ലാത്ത മരവാഴേ. നീ എന്ത് ചെയ്യുന്നതായി പറയണേ? ചെയ്യണം. അച്ഛൻ വേണ്ട. അയ്യോ, അച്ഛൻ വിടാൻ. അച്ഛൻ വീടച്ഛാ. ഇത് ഹോസ്പിറ്റലാ. കുഞ്ഞിനെ ആ നിലയിൽ കണ്ട് എന്നെ പിടിവിട്ട് നിൽക്കുക. ഒരക്ഷരം മിണ്ടിയ നിന്റെ മുട്ടുകാരിയെ തല്ലിയൊടിക്കും. അച്ഛൻ അത് വിട്, നിർത്ത്. ഇവിടെ കിടന്ന് വഴക്കെട്ടിട്ട് എന്താ കാര്യം? 10 ലക്ഷം രൂപ വേണമെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അളിയൻ എവിടെ നിർത്തിട്ട് തരും? ഞാൻ വർമ്മ സാറിന്റെ വീട്ടിലേക്ക് പോവാ. കാര്യം പറഞ്ഞ വർമ്മ സാറ് കാശ് തരും. അളിയ, അതൊക്കെ ശരിയാവോ? എന്റെ പൊന്നളിയ, ഞാൻ തിരിച്ചു വരുന്നത് വരെ അച്ഛൻ എന്തേലും പറഞ്ഞാലും അളിയ ഒന്നും മിണ്ടരുത്. അപേക്ഷ. ഹലോ സാർ. ഓ യെസ്, എല്ലാം തയ്യാറാ സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഓ അതെയോ, വീഡിയോ കോൺഫറൻസ് ആണോ? പിന്നെന്താ സാർ, ഒരു 2 മിനിറ്റ്സ്. ശേഖര ചേട്ടാ, CM വിളിച്ചത്. അത്യാവശ്യമായിട്ട് എനിക്കൊരു വീഡിയോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ റൂമിലേക്ക് പോവാ. ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്. ശരിയേട്ടാ. അല്ല, ഞാൻ നോക്കിക്കോളാം അമ്മാവ. ശേഖരമ്മാവൻ തിരക്കില്ലല്ലേ?
ആ ഹലോ, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവല്ലേ? ഞാൻ ദേ വർമ്മ സാറിന്റെ വീട്ടിലെത്തി. കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ പണമായിട്ട് എത്തും. ആ ധൈര്യമായിട്ടിരിക്കെ. എന്താ ദീപക് സാറേ? മുകളിലേക്ക് പോകാൻ പറ്റില്ല. അതെന്താ? ഓ, കാരണവും സാറിന് അറിയണോ? എനിക്ക് അത്യാവശ്യമായിട്ട് വർമ്മ സാറിനെ ഒന്ന് കാണണം. കളിക്കാതെ മാറ്. നിനക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അമ്മാവനെ ഇപ്പൊ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ PA ആണ്. ഏത് സമയത്തും അദ്ദേഹത്തെ കാണാൻ അനുവാദം ഉള്ള ആള്.